എല്ലാവർക്കും കഥകളിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഒരു ശ്രീകൃഷ്ണ കഥയാണ്. ഭഗവാന്റെ മധുരാപുരി യാത്രയും കംസവധവും അതിനുശേഷം ഗുരുദക്ഷിണയും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഉദ്ധവദൂത്യമാണ്. ഭഗവാൻ കൃഷ്ണൻ ആലോചിച്ചു, എന്നെ വിട്ടുപിരിഞ്ഞതിലുള്ള ദുഃഖം മറക്കാൻ ഞാൻ യോഗമായയെ അമ്പാടിയിലേക്ക് അയച്ചിട്ട് ഒരു കൊല്ലമായി. അച്ഛനും അമ്മയും രാധയും ഗോപന്മാരും ഗോപികമാരുമെല്ലാം മായയുടെ ബന്ധനത്തിൽ കിടക്കുകയാണ്. ഗോലോകത്തിലേക്ക് തിരികെ ചെല്ലേണ്ട ആ പുണ്യാത്മാക്കളെ ഇനിയും മായയിൽ കുടുക്കിയിടാൻ പാടില്ല. അതിനുള്ള പോംവഴിയായി മായയെ തിരിച്ചു വിളിച്ച് അവൾ പോയ വിവരം ഗോകുലവാസികൾ അറിയും മുമ്പ് ജ്ഞാനിയും വിവേകിയും സംഭാഷണ ചതുരനുമായ ഒരാളെ അറിയിക്കണം. ഭക്തനാണെങ്കിലും അതിന് അക്രൂരൻ പോരാ, ഉദ്ധവനെ തന്നെ അയച്ചു കളയാം. അദ്ദേഹം 3 മാസം അമ്പാടിയിൽ പാർത്ത് സാരഗർഭങ്ങളായ വേദാന്തോപദേശങ്ങൾ കൊടുത്ത് അവർക്ക് ഗോലോകത്തിൽ പ്രവേശിക്കാനുള്ള അർഹത നേടിക്കൊടുക്കണം. കൃഷ്ണൻ ഉദ്ധവനെ വിളിച്ച് തൻ്റെ ഉദ്ദേശം പറഞ്ഞു. ഉദ്ധവൻ സന്തോഷത്തോടെ യാത്ര പുറപ്പെട്ടു. കൃഷ്ണനെ മധുരയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ അക്രൂരൻ സഞ്ചരിച്ചതിനോട് ഏകദേശ സാമ്യം ഉദ്ധവൻ്റെ യാത്രയ്ക്കുമുണ്ടായിരുന്നു. കൃഷ്ണനെ ഒന്ന് കാണാനുള്ള ആഗ്രഹമായിരുന്നു അക്രൂരൻ്റെ മനസ്സിലെങ്കിൽ ഭഗവാന്റെ ശൈശവവും ബാല്യവും കൗമാരവും ചെലവഴിച്ച ദിവസങ്ങളെക്കുറിച്ച് ഗോകുലവാസികൾ പറയുന്നത് കേട്ടാലുണ്ടാവുന്ന സുഖവും ആ പുണ്യപ്രദേശങ്ങൾ കണ്ണുനിറയെ കാണുവാനുള്ള കൗതുകവുമാണ് ഉദ്ധവനെ മുന്നോട്ട് നയിച്ചത്. കൃഷ്ണൻ മധുരയിലേക്ക് രാമനോടും 2 സുഹൃത്തുക്കളോടും അക്രൂരനോടും ഒന്നിച്ച് യാത്ര ചെയ്ത അതേ മണിമയമായ തേരിൽ തന്നെയാണ് ഉദ്ധവനെയും കൃഷ്ണൻ അയച്ചത്. ഉദ്ധവൻ അമ്പാടിയിലെത്തിയപ്പോൾ നേരം നല്ലവണ്ണം ഇരുട്ടിയിരുന്നു. പശുക്കൾ പുല്ല് തിന്നുന്നത് നിർത്തിവെച്ച് നിന്നുകൊണ്ട് ഉറക്കം തൂങ്ങി. ഗോപികമാർ പണികളൊക്കെ കഴിച്ച് അത്താഴത്തിന് വട്ടം കൂട്ടി തുടങ്ങി. തസ്കരഭയമില്ലാത്തതിനാൽ അമ്പാടിയിലെ വീടുകളുടെ വാതിലുകൾ രാത്രിയിൽ പോലും ഉള്ളിൽ നിന്ന് അടയ്ക്കാറില്ല. വെറുതെ ചാരികയെ പതിവുണ്ടായിരുന്നുള്ളൂ. വീടുകളിലെ ജനാലകളിൽ നിന്ന് വെളിച്ചത്തിൻ്റെ നുറുങ്ങുകൾ വഴിനീളെ പരന്നു കിടന്നു. അക്കൂട്ടത്തിൽ കുറച്ചധികം വലിപ്പമുള്ള ഗൃഹമാണ് നന്ദഗോപൻ്റേതെന്ന് കൃഷ്ണൻ പറഞ്ഞു കൊടുത്തിരുന്നതിനാൽ ഉദ്ധവന് കൃഷ്ണൻ വളർന്ന ഭവനം കണ്ടുപിടിക്കാൻ ലേശം പോലും ബുദ്ധിമുട്ടുണ്ടായില്ല. അദ്ദേഹം നന്ദഗോപൻ്റെ ഭവനത്തിലെ ചാരിയ വാതിൽ തുറന്ന് അകത്തു പ്രവേശിച്ചു. യശോദ അത്താഴത്തിനുള്ള 2 വാഴയിലകൾ വെച്ച് അല്പമാത്രമായ വിഭവങ്ങൾ ഒരുക്കി വയ്ക്കുകയായിരുന്നു. നന്ദഗോപൻ പൂജാമുറിയിൽ നിന്ന് പുറത്തു കടന്ന് വാതിൽ ചാരി നേരെ നോക്കിയത് ഉദ്ധവൻ്റെ മുഖത്തേക്കായിരുന്നു. അദ്ദേഹം ഒരു നിമിഷം സ്തബ്ധനായി നിന്നുപോയി. മഞ്ഞപ്പട്ടും നെറുകയിൽ കെട്ടിവെച്ച മുടിയും സ്വർണമാലകളും പുതുപൂക്കൾ കൊണ്ട് കെട്ടിയ മാലയും അണിഞ്ഞ ആ രൂപം കൃഷ്ണനാണോ എന്ന് അദ്ദേഹം ശങ്കിച്ചു. എന്നാൽ മുഖഛായയും ശരീരപ്രകൃതിയും മുതിർന്ന പ്രായവും കൃഷ്ണൻ്റേതായിരുന്നില്ല. അങ്ങ് ആരാണ്? അങ്ങയെ എവിടെയോ വെച്ച് കണ്ടതായി ഞാൻ ഓർക്കുന്നു. മധുരാപുരിയിൽ വെച്ചായിരിക്കും അല്ലേ? നന്ദഗോപൻ്റെ ചോദ്യം കേട്ട് ഉദ്ധവൻ ചിരിച്ചു. അങ്ങയുടെ ഊഹം ശരിയാണ്. മധുരാപുരിയിൽ വെച്ചാണ് നമ്മൾ തമ്മിൽ ആദ്യമായി കണ്ടത്. എൻ്റെ പേര് ഉദ്ധവൻ എന്നാണ്. രാജ്യഭരണകാര്യങ്ങളിൽ ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് ഉഗ്രസേന മഹാരാജാവിനെ സഹായിക്കുന്ന ജോലിയാണ് കൊട്ടാരത്തിൽ എനിക്കുള്ളത്. അങ്ങയെയും പത്നിയെയും രാധയെയും മറ്റു ഗോപന്മാരെയും ഗോപികമാരെയും സമാധാനിപ്പിക്കാനും മനസ്സുഖം നൽകാനും ശാന്തിമാർഗം ഉപദേശിക്കാനുമാണ് കൃഷ്ണൻ പറഞ്ഞത് പ്രകാരം ഞാനിപ്പോൾ ഇവിടെ വന്നത്. നന്ദഗോപൻ സന്തോഷത്തോടെ ഉദ്ധവൻ്റെ കൈപിടിച്ചു. അങ്ങയെ കാണുമ്പോൾ കൃഷ്ണനെ കണ്ട ആനന്ദം എനിക്കുണ്ടാവുന്നു. വരൂ, നമുക്ക് ഭക്ഷണം കഴിക്കാം. കൊട്ടാരത്തിലെ വിഭവസമൃദ്ധിയൊന്നും ഉണ്ടായിരിക്കുകയില്ല ഇവിടുത്തെ ആഹാരത്തിന്. ചോറ് കൂടാതെ പാലും വെണ്ണയും തൈരും വളപ്പിൽ നട്ടുവളർത്തുന്ന പഴങ്ങളും പച്ചക്കറികളും ചേർത്ത കൂട്ടുകൾ മാത്രമേ ഇവിടെയുള്ളൂ. അങ്ങ് അത് കഴിച്ച് തൃപ്തിപ്പെടണമെന്ന് അപേക്ഷയുണ്ട്. ഉദ്ധവൻ വീണ്ടും ചിരിച്ചു. കൊട്ടാരത്തിലെ സദ്യവട്ടങ്ങളെക്കാൾ കൃഷ്ണൻ്റെ അച്ഛനമ്മമാരായി നിങ്ങൾ വിളമ്പിത്തരുന്ന ലഘുവായ വിഭവങ്ങൾക്ക് രുചിയുണ്ടാവുമെന്ന് എനിക്ക് തീർച്ചയുണ്ട്. ഭഗവാൻ ഇവിടെ ആയിരിക്കുമ്പോൾ കഴിച്ചിരുന്ന ഭക്ഷണമാണെന്ന ഒരു വിശേഷം കൂടിയുണ്ടല്ലോ. ഉദ്ധവനും നന്ദഗോപനും ഉണ്ണാനിരുന്നു. അവർക്ക് യശോദ വിളമ്പിക്കൊടുത്ത ഭക്ഷണത്തിൽ
കണ്ണുനീരിൻ്റെ ഉപ്പുരസം കൂടി ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കി ഉദ്ധവൻ പറഞ്ഞു, യശോദാദേവി, ഭവതി കരയരുത്. കൃഷ്ണനെ ജനനം മുതൽ കൗമാരം വരെ വളർത്തിയ ഭവതിയോളം ഭാഗ്യം കൃഷ്ണനെ പ്രസവിച്ച ദേവകീ ദേവിക്കില്ല. എത്രയെത്ര ജന്മങ്ങളിലെ തപസ്സും പുണ്യകർമ്മങ്ങളുമാണ് നിങ്ങൾ അനുഷ്ഠിച്ചിട്ടുള്ളത്. അതല്ലെങ്കിൽ കണ്ണുകൾ മിഴിച്ച് മലർന്നു കിടക്കുന്ന കൃഷ്ണൻ വെളിച്ചം വരുന്നിടത്തേക്ക് നോക്കുന്നതും ചിരിച്ചു തുടങ്ങുന്നതും ആദ്യമായി കമിഴ്ന്നു വീഴുന്നതും നിലത്തും ചെളിയിലും പൊടിയിലും മുട്ടുകുത്തി നടക്കുന്നതും പിടിച്ചു നടക്കുന്നതും പിച്ച വെച്ച് നടക്കാൻ തുടങ്ങുന്നതും പാൽപ്പല്ലുകൾ വരുന്നതും ഓടി ഓടി നടന്ന് വികൃതികൾ കാണിക്കുന്നതും ഇടയ്ക്ക് പാഞ്ഞു വന്ന് അമ്മയുടെ പാൽ കുടിക്കുന്നതും വൈകുന്നേരം വരെ പശുക്കളെ മേയിച്ച് നടന്ന് തളർന്നു വരുമ്പോൾ ഉണ്ണികൃഷ്ണനെ വാത്സല്യപൂർവ്വം മധുരമായി ശാസിച്ചുകൊണ്ട് എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുന്നതും മറ്റാർക്കും ലഭിക്കുന്ന ഭാഗ്യമല്ല. ഇപ്പോഴും ഭഗവാൻ നിങ്ങളെ മറന്നിട്ടില്ല. രാത്രി ഉറങ്ങാൻ കിടന്നാൽ അച്ഛനെയും അമ്മയെയും കുറിച്ച് എന്നോട് പറയാത്ത ദിവസമില്ല. രാജാവ് ഉഗ്രസേനനാണ്, ബലരാമനാണ് ജ്യേഷ്ഠൻ. എന്നാലും 15 വയസ്സ് മാത്രം പ്രായമുള്ള കൃഷ്ണനാണ് യഥാർത്ഥത്തിൽ രാജ്യം ഭരിക്കുന്നത്. കൃഷ്ണൻ അവിടെ ഇല്ലെങ്കിൽ കാര്യങ്ങൾ കുഴയും. അതുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങോട്ട് വരാൻ അമാന്തിക്കുന്നത്. ഇനി ബാലകൃഷ്ണൻ്റെ മനോഹര ലീലകളെപ്പറ്റി രണ്ടുപേരും കൂടി എനിക്ക് വിസ്തരിച്ചു പറഞ്ഞു തരൂ. എൻ്റെ ചെവികളും മനസ്സും തണുക്കട്ടെ. ഉദ്ധവനും നന്ദഗോപനും ഊണ് കഴിഞ്ഞ് എഴുന്നേറ്റ ശേഷം യശോദാമ്മ ഉണ്ണാനിരുന്നു. നന്ദഗോപൻ സ്നേഹത്തോടെ പത്നിക്ക് വിളമ്പിക്കൊടുത്ത് ഊട്ടുന്നത് കണ്ട് ഉദ്ധവൻ പുളകം കൊണ്ടു. ഇത്രയേറെ പ്രേമമുള്ള അച്ഛനമ്മമാരോടൊപ്പം വളർന്ന കൃഷ്ണൻ സ്നേഹശീലനും ഗുണനിധിയും സദാ സ്മേരമുഖനുമായി ഇരിക്കുന്നതിൽ അത്ഭുതമില്ല. ഇവരുടെ മാത്രം ഭാഗ്യമല്ല കൃഷ്ണൻ ഇവിടെ വളരാനിടയായത്, കൃഷ്ണൻ്റെയും ഭാഗ്യമാണ്. ഊണ് കഴിഞ്ഞ് പാത്രങ്ങൾ കഴുകിയെടുത്തു വെച്ച് യശോദാമ്മ നന്ദഗോപൻ ഇരിക്കുന്ന പീഠത്തിനടുത്ത് നിലത്ത് ഉദ്ധവൻ അഭിമുഖമായിരുന്നു. പിന്നീട് ആ ദമ്പതികൾ ഭഗവാന്റെ ബാലലീലകളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി. പൂതന വന്നതും ശകടം ഉണ്ണിക്കാൽ കുടഞ്ഞ് ചവിട്ടിപ്പൊട്ടിച്ചതും പൊടിപടലങ്ങളോട് കൂടിയ കൊടുങ്കാറ്റ് ഉണ്ണിയെ ആകാശത്തിലേക്ക് കൊണ്ടുപോയതും മണ്ണ് തിന്നതും ഗോപഭവനങ്ങളിൽ നിന്ന് പാലും വെണ്ണയും കട്ടെടുത്ത് കഴിച്ചതും തയർ തട്ടി മറിച്ചു കളഞ്ഞതിന് ഉരലിന്മേൽ കെട്ടിയിടേണ്ടി വന്നതും പല പല രൂപങ്ങളിൽ വന്ന അസുരന്മാരെ കൊന്നതും കാളിയ സർപ്പത്തിൻ്റെ ഫണങ്ങളിൽ ചാടിക്കേറി നൃത്തം വെച്ചതും വാ പൊളിച്ച് കാട്ടുതീ കുടിച്ചതും ഗോവർദ്ധനഗിരി ഒറ്റ കൈവിരലിൽ എടുത്തുയർത്തിയതും രാധയുമായി വിവാഹം നിശ്ചയിച്ചതും എല്ലാം രണ്ടുപേരും കൂടി വിവരിച്ചു. അവർക്ക് എത്രയേറെ പറഞ്ഞിട്ടും ഉദ്ധവന് അത്രയേറെ കേട്ടിട്ടും മതി വന്നില്ല. മധുരാപുരിയിൽ കൃഷ്ണൻ ചെയ്യുന്ന വിവേകപൂർവങ്ങളായ പ്രവൃത്തികളെക്കുറിച്ച് ഉദ്ധവനും പറഞ്ഞു. നേരം പുലരുവോളം നന്ദഭവനം ദീപാലങ്കൃതമായി തന്നെയിരുന്നു. വിരിച്ചിട്ട മെത്തകൾ ആരും കിടന്ന് ചുളിയാതെ വെറുതെ കിടന്നു. നേരം പുലർന്നപ്പോൾ ഗോപന്മാരും ഗോപികന്മാരും ഉണർന്നെഴുന്നേറ്റ് കുളിക്കാൻ കാളിന്ദി നദിയിലേക്ക് പോകുമ്പോൾ മണിമയമായ തേര് കണ്ടു. കൃഷ്ണൻ തിരിച്ചു വന്നുവെന്ന് കരുതി എല്ലാവരും മതിമറന്ന് ആഹ്ലാദിച്ചു. മറ്റുള്ളതൊക്കെ മറന്ന് അവർ നന്ദഗോപൻ്റെ ഭവനത്തിലേക്ക് തിക്കിത്തിരക്കി ഓടിച്ചെന്നു. എന്നാൽ അവിടെ തങ്ങളുടെ മനസ്സ് ചുട്ടരിക്കുന്ന കാഴ്ചയാണ് ഗോപന്മാരും ഗോപികമാരും കണ്ടത്. അവരുടെ പ്രിയപ്പെട്ട കൃഷ്ണനായിരുന്നില്ല തേരിൽ വന്നത്, മറിച്ച് കൃഷ്ണൻ്റെ വേഷഭൂഷാദികൾ അണിഞ്ഞ മധ്യവയസ്കനായ ഒരാൾ. അവർ നൈരാശ്യത്തോടെ തമ്മിൽ നോക്കി. അത് കണ്ട് ചിരിച്ച് ഉദ്ധവൻ പറഞ്ഞു, ഭഗവാൻ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു അല്ലേ? എന്നാൽ അദ്ദേഹം പറഞ്ഞയച്ചിട്ട് തന്നെയാണ് ഞാൻ വന്നത്. അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാനുള്ള കഥകൾ എനിക്ക് കേൾക്കണം. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ പറയാൻ എനിക്ക് 1 നാഴിക സമയം മതി. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പല പ്രവൃത്തികളും ഇവിടെ വെച്ചാണ് കഴിഞ്ഞത്. മധുരയിൽ അദ്ദേഹം അത്ഭുത കർമ്മങ്ങളൊന്നും ചെയ്യാതെ സാധാരണ രാജകുമാരന്മാരെ പോലെ കഴിയുകയാണ്. എന്നാൽ അദ്ദേഹം നിങ്ങളെ ആരെയും മറന്നിട്ടില്ല. ഓരോരുത്തരുടെയും പേരും വർത്തമാനവും എപ്പോഴും പറയും. അദ്ദേഹത്തിന് അമ്പാടിയെക്കുറിച്ചല്ലാതെ മറ്റൊരു വിഷയവും സംസാരിക്കാനില്ല. ഗോപന്മാരും ഗോപികമാരും താന്താങ്ങളുടെ അനുഭവത്തിൽപ്പെട്ട കൃഷ്ണകഥാസുധ ചെവികളിൽ പകർന്നൊഴിച്ച് ഉദ്ധവനെ ആനന്ദിപ്പിച്ചു. അദ്ദേഹം അവരോട് വിശ്വസൃഷ്ടി സ്ഥിതിലയങ്ങൾക്ക് കാരണഭൂതനും വിശ്വരൂപനുമായ കൃഷ്ണനെക്കുറിച്ചും സംസാരിച്ചു. എല്ലാവരും ദുഃഖമൊഴിഞ്ഞ് സന്തുഷ്ടരായി.
താമസിയാതെ തങ്ങളെ അനുഗ്രഹിക്കാൻ കൃഷ്ണൻ ഇങ്ങോട്ട് തന്നെ വരുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ ആ മായാകിശോരനെ ധ്യാനിച്ചുകൊണ്ട് മായാദുഃഖം മറന്ന് ഗോലോകത്തിലേക്ക് പോയി നിർവ്വാണമടയാൻ മനസ്സിനെ ഒരുക്കിക്കൊണ്ട് എല്ലാവരും അവരവരുടെ ഭവനങ്ങളിലേക്ക് പോയി. എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് കുറച്ചു ദൂരെയായി നിൽക്കുന്ന രാധയെ ഉദ്ധവൻ വിളിച്ചു. രാധ കണ്ണീരോടെ തൊണ്ടയിടറിക്കൊണ്ട് പറഞ്ഞു, കൃഷ്ണൻ തീർച്ചയായും എന്നെ മറന്നിട്ടുണ്ടാകും. പരിഷ്കൃതകളായ നാഗരിക വനിതകന്മാർ കൃഷ്ണൻ്റെ കണ്ണും കരളും കവർന്നിട്ടുണ്ടാവും. ഞാനുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞ കഥ തന്നെ കൃഷ്ണൻ ഇപ്പോൾ ഓർക്കുന്നുണ്ടാവുകയില്ല. കൃഷ്ണ, ഉണ്ണികൃഷ്ണ, ഗോപകിശോര, നന്ദാത്മജ, യശോദാസുത, ഏതെല്ലാം പേരുകളിലാണ് ഞാൻ എൻ്റെ ഹൃദയചോരനെ വിളിക്കേണ്ടത്? എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. രാധയുടെ ഉത്തരീയം കണ്ണീരിൽ നനഞ്ഞ് ദേഹത്തോട് ഒട്ടിപ്പിടിച്ച് കിടന്നു. ഉദ്ധവൻ രാധയുടെ നെറുകയിൽ കൈവച്ച് മൃദുസ്വരത്തിൽ സംസാരിച്ചു. രാധേ, നീ കൃഷ്ണനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ആ ദിവ്യരൂപൻ നിന്നെ മാത്രമല്ല, വളരെ കുറച്ച് ഭക്തി മാത്രം പുറമേക്കെങ്കിലും കാണിക്കുന്നവരെക്കുറിച്ച് മറക്കാറില്ല. രാത്രി കിടക്കുമ്പോൾ കൃഷ്ണൻ നിന്നെക്കുറിച്ച് പലതും പറയാറുണ്ട്. ഞാൻ ഒന്നും മിണ്ടാതെ കിടന്നാൽ കൃഷ്ണൻ എന്നോട് ചോദിക്കും, സഹേ, എൻ്റെ പ്രിയതമ്മയായ രാധ കൂടെ കൂടെ എന്നോട് പിണങ്ങി മിണ്ടാതെ ഇരിക്കാറുണ്ടായിരുന്നു. പിന്നെ കുറേയേറെ പണിപ്പെട്ടിട്ടാണ് ഞാൻ അവളെ ഇണക്കിയിരുന്നത്. അങ്ങും അവളെപ്പോലെ എന്നോട് പിണങ്ങി മിണ്ടാതെ ഇരിക്കുകയാണോ? ഞാൻ എന്ത് പറയാനാണ്? രാധേ, ഒരു കാര്യം മനസ്സിലാക്കൂ. നീ സാധാരണ ഗോപകുമാരിയല്ല. ഭഗവാൻ ദത്താത്രേയ അവതാരമെടുത്തപ്പോൾ നീയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏകപത്നിയായ വസുമതി. മറ്റുള്ളവരുടെയും ശിഷ്യന്മാരുടെയും ശല്യം വയ്യെന്ന് കരുതി ഭഗവാൻ നിന്നെയും പട്ടികളുടെ രൂപത്തിൽ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നീ ചതുർവേദങ്ങളെയും മാത്രം ഒപ്പം കൂട്ടി അനേകം തീർത്ഥഘട്ടങ്ങളിൽ മാറി മാറി അദൃശ്യരായി സഞ്ചരിക്കുകയായിരുന്നു. ഒരിക്കലും ഒരിടത്തും നിങ്ങൾ ഒരു ദിവസത്തിലധികം തങ്ങിയിട്ടില്ല. നിങ്ങളെ രണ്ടുപേരെയും ഒന്നിച്ചു കണ്ടവർ 4 പേർ മാത്രമേ ഉള്ളൂ. വ്യാസമുനി, നാരദർഷി, ശുഗമഹർഷി, ഭക്താഗ്രണ്യനായ കാർത്തിവീര്യാർജുനൻ. പരശുരാമ അവതാരമെടുത്ത ഭഗവാന്റെ തൃക്കൈ കൊണ്ട് തന്നെയുള്ള മരണത്തിന് ശേഷം കാർത്തവീര്യൻ പാണ്ഡവകുലത്തിൽ അർജുനൻ എന്ന പേരിൽ തന്നെ ജനിച്ചു വളരുന്നുണ്ട്. കൃഷ്ണൻ്റെ അച്ഛൻ പെങ്ങളുടെ മകനാണ് അർജുന പാണ്ഡവൻ. കുട്ടിക്കാലം മുതൽക്ക് തന്നെ അവർ ഉറ്റ മിത്രങ്ങളുമാണ്. അത്രത്തോളം പഴയ ഭക്തന്മാരെക്കുറിച്ച് പോലും ഓർക്കുന്ന ഭഗവാൻ, ഭക്തോത്തമയും പൂർവജന്മത്തിലെ പ്രിയതമയുമായ നിന്നെ മറക്കുമോ? ഒരിക്കലുമില്ല. ഈ അവതാര കഥ നിന്നെ പറഞ്ഞു കേൾപ്പിച്ച് നിന്റെ മായാധീനമായ ഹൃദയത്തിന് ആശ്വാസം നൽകണമെന്ന് കൃഷ്ണൻ എന്നോട് പ്രത്യേകമായി ഏൽപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ചാണ് ഞാൻ നിന്നെ ഈ പഴങ്കഥകളൊക്കെ പറഞ്ഞു കേൾപ്പിച്ചത്. കൃഷ്ണൻ്റെ സ്വർഗാരോഹണ സമയത്ത് നീയും ഒപ്പമുണ്ടാവും. നിങ്ങൾ രണ്ടുപേരും ഇവിടെയുള്ള ഗോപന്മാരും ഗോപികമാരും ഗോലോകത്തിൽ അല്ലലില്ലാതെ എന്നും ജീവിക്കും. കൃഷ്ണനെ തൊട്ടവരൊക്കെ ചിരഞ്ജീവികളായിത്തീരും. അതിനാൽ മൃത്യുദേവൻ നിങ്ങളെ ആരെയും സ്പർശിക്കുകയുമില്ല. ഒരു കാര്യം മനസ്സിലാക്കൂ, കൃഷ്ണൻ ഗോലോകത്തിലും ഭൂമിയിലും വാഴുന്ന അതേ സമയത്ത് തന്നെ ശ്വേതദീപത്തിലും പാലാഴിയിലും എല്ലാ ലോകങ്ങൾക്കും ഉപരിയായി സ്ഥിതി ചെയ്യുന്ന വൈകുണ്ഠത്തിലും വിഷ്ണു ഭഗവാന്റെ വിശ്വരൂപത്തിൽ പന്നകശയ്യമേൽ കിടക്കുന്നുണ്ടാവും. ഭഗവാന്റെ വലത് കൈകൾ ശയ്യയുടെ താഴത്തേക്ക് തൂങ്ങിക്കിടന്ന് ഭക്തന്മാരെ അനുഗ്രഹിക്കും. ഇടത് കൈകൾ ഭക്തന്മാർക്ക് അഭയം കൊടുത്ത് കണ്ണുനീർ തുടച്ച് പുഞ്ചിരി വിരിയിക്കും. ഇതെല്ലാം മനസ്സിലാക്കി നീ അചഞ്ചലയായി സാക്ഷാൽ പരബ്രഹ്മമൂർത്തിയായ വിഷ്ണു ഭഗവാന്റെ സകള രൂപമായ കൃഷ്ണനെക്കുറിച്ചല്ലാതെ മറ്റൊരു വിചാരവും മനസ്സിൽ കടക്കാതെ സൂക്ഷിച്ച് സ്വപ്നം കാണുന്നത് പോലെ സ്മേരവദനയായി കഴിഞ്ഞുകൂടിക്കൊള്ളുക. ഉദ്ധവൻ പറഞ്ഞത് കേട്ട് രാധയുടെ മനസ്സ് ശാന്തമായി. ഉദ്ധവൻ 3 മാസം അമ്പാടിയിൽ താമസിച്ചു. ഗോപന്മാരുടെയും വിശേഷിച്ച് ഗോപികമാരുടെയും കൃഷ്ണപ്രേമത്തിൻ്റെ ആഴം കണ്ട് അദ്ദേഹം വിസ്മയഭരിതനായി. പശുക്കളെ കറക്കുമ്പോഴും പാല് കാച്ചുമ്പോഴും തൈര് കടയുമ്പോഴും മറ്റു വീട്ടുജോലികൾ ചെയ്യുമ്പോഴും ഭർത്ത ശുശ്രൂഷ ചെയ്യുമ്പോഴും ശിശുക്കളെ പാലൂട്ടി പരിചരിക്കുമ്പോഴും അവർ സ്വയം രചിച്ച കൃഷ്ണസ്തുതികൾ പാടിക്കൊണ്ടിരുന്നു. ഓരോരുത്തരും സ്വന്തം ഭാവനയ്ക്കനുസരിച്ച്
വ്യത്യസ്ത അക്ഷരങ്ങളിലും രാഗങ്ങളിലും താളങ്ങളിലുമാണ് പാടിയിരുന്നത്. എന്നാൽ എല്ലാവരും ഒരേ സ്വരത്തിൽ ഒന്നിച്ചു പാടുകയാണെന്ന് ഉദ്ധവന് തോന്നി. എപ്പോഴും കൃഷ്ണഗീതികൾ കേട്ട് ഉദ്ധവൻ പുളകിതനാവാത്ത ഒരു നിമിഷം പോലും ഉണ്ടായിരുന്നില്ല. 3 മാസങ്ങൾക്ക് ശേഷം ചഞ്ചലചിത്തത വെടിഞ്ഞ് ശാന്തവും പ്രസന്നവുമായ ഭാവത്തോടെ സന്തുഷ്ടരായിരിക്കുന്ന അമ്പാടിയിലുള്ളവരോട് വിടവാങ്ങി ഉദ്ധവൻ മധുരയിലേക്ക് മടങ്ങിപ്പോയി. പോകും മുമ്പ് അദ്ദേഹം അവരോട് പറഞ്ഞു, പ്രതിഭയോ ദിഷണയോ തൽഫലമായി ഉണ്ടാകുന്ന വിദ്യയോ ജ്ഞാനമോ വിവേകമോ ഇല്ലാത്ത ഈ ഗോപികമാരുടെ ഭക്തിയെ അതിശയിക്കാൻ ലോകത്തിൽ ആരുമില്ല. അവർക്ക് ഞാൻ ദണ്ഡനമസ്കാരം ചെയ്യുന്നു. മഹാത്മാവായ ഉദ്ധവൻ കൂട്ടം കൂടി നിൽക്കുന്ന ഗോപികമാരുടെയും ഗോപന്മാരുടെയും മുൻപിൽ മണ്ണിൽ വീണ് നമസ്കരിച്ച് നനഞ്ഞ കണ്ണുകൾ തുടയ്ക്കാതെ തന്നെ കൃഷ്ണൻ വളർന്ന ആ പുണ്യഭൂമി വിട്ട് തേരിൽ കയറി മധുരയിലേക്ക് യാത്രയായി. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.